ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാറുള്ളവരാണ് നിങ്ങൾ. ആദ്യം തന്നെ ഒരു മെയിൽ വരും, ഇന്ന ദിവസം വന്ന് കാണണം. അങ്ങനെയാണോ നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാറുള്ളത്? അല്ല. പകരം ഒരു ടെലിഫോണിക് കോൾ ആയിരിക്കും ആദ്യം ഉണ്ടാവുക. അത് നമ്മൾ എടുത്ത് അറ്റൻഡ് ചെയ്ത് നമ്മൾ പാസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ലെവലിലോട്ട് പോകും. സോ ദിസ് ഈസ് യൂഷ്വലി വുഡ് ഹാപ്പൻസ്. അതേപോലെ നിങ്ങളൊരു ജോലിക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരുപാട് കോൾസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ കോൾസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ടോ? അല്ലെങ്കിൽ എപ്പോഴും സംസാരിക്കുന്ന പോലെ അങ്ങോട്ട് സംസാരിച്ചാൽ മതിയോ? പോരാ, ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. സോ വി ആർ ഡിസ്കസിങ് ടെലിഫോണിക് എറ്റിക്കറ്റ്. സോ ദ ഫസ്റ്റ് പോയിന്റ് ഇസ് ആൻസർ വിത്തിൻ എ ഫ്യൂ റിങ്സ്. നമ്മളിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുമായിരിക്കും, അപ്പോഴാണ് കോൾ വരുന്നത് കാണുന്നത്. ആ കുഴപ്പമില്ല, അവിടെ നിൽക്കട്ടെ, ഞാൻ എഴുതിയത് കംപ്ലീറ്റ് ചെയ്യട്ടെ എന്നൊരു തോട്ടില് നമ്മൾ എന്ത് ചെയ്യും? ആ കോൾ അവിടെ വെക്കും. സോ അത് കുറേ പ്രാവശ്യം റിങ് ചെയ്യും, നമ്മൾ ലാസ്റ്റ് റിങ്ങിൽ എടുക്കും. ഇത് പലപ്പോഴും സംഭവിക്കാറുണ്ട്. ആക്ച്വലി അതൊരു ബാഡ് എറ്റിക്കറ്റ് ആണ്. നമ്മളെ വിളിക്കുന്ന ആൾക്ക് ചിലപ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം, ഇല്ലെങ്കിൽ അത് ഒരു ബാഡ് എറ്റിക്കറ്റ് ആണെന്ന് അയാൾ വിചാരിച്ചേക്കാം. അതുകൊണ്ട് ഒരു ജോബ് റിലേറ്റഡ് കോൾ ആണെങ്കിലും പേഴ്സണൽ കോൾ ആണെങ്കിലും നിങ്ങൾ ആദ്യത്തെ കുറച്ച് റിങ്ങിൽ തന്നെ അറ്റൻഡ് ചെയ്യുക. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ദാറ്റ്സ് മൈ ഫസ്റ്റ് പോയിന്റ്. അറ്റൻഡ് ദ ഫോൺ കോൾ ഇൻ വിത്തിൻ ഫ്യൂ റിങ്സ്. ഓൾറൈറ്റ്. സോ സെക്കൻഡ് പോയിന്റ് ഇസ് ക്ലിയർലി സ്റ്റേറ്റ് യുവർ നെയിം. നിങ്ങളെ വിളിക്കുന്ന ആൾക്ക് നിങ്ങളെ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. കാരണം നമ്മൾ നേരിട്ട് കേൾക്കുന്ന സൗണ്ടും ഫോണിലൂടെ കേൾക്കുന്ന സൗണ്ടും നല്ല വ്യത്യാസമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരാളെ ഫോൺ ചെയ്യുമ്പോൾ ക്ലിയർലി നിങ്ങളുടെ നെയിം സ്റ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി അപ്പുറത്തുനിന്ന് ഒരാൾ വിളിക്കുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? ഹലോ, ബാസിലാണ് എന്ന് അങ്ങോട്ടേക്ക് പറഞ്ഞേക്കുക. സോ ദാറ്റ് അയാൾക്കും കൺഫ്യൂഷൻ വേണ്ടല്ലോ. സോ ദിസ് ഈസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ നമ്മളെ നെയിം കറക്റ്റ് ആയിട്ട് സ്റ്റേറ്റ് ചെയ്യണം. ദാറ്റ്സ് മൈ സെക്കൻഡ് പോയിന്റ്. സോ മൈ തേർഡ് പോയിന്റ് ഇസ് നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ അയാൾ നമ്മളെ കാണുന്നില്ല. സോ നമ്മൾ ഫേഷ്യൽ എക്സ്പ്രഷൻ കാണുന്നില്ല, ഹാൻഡ് ജസ്റ്റേഴ്സ് കാണുന്നില്ല, ബോഡി ലാംഗ്വേജ് കാണുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് മെസ്സേജാണ് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് അയാൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ട് നല്ല വോളിയത്തിൽ നല്ല ക്ലാരിറ്റിയിൽ സംസാരിക്കുക എന്നുള്ളതാണ്. സോ ക്ലാരിറ്റി, വോളിയം ആൻഡ് ഫ്രണ്ട്ലി ട്യൂൺ, ദാറ്റ് ഇസ് മൈ നെക്സ്റ്റ് പോയിന്റ്. നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും ക്ലിയർ ആയിട്ട് സംസാരിക്കുക. വളരെ വേഗത്തിൽ പോവാതെ ഒരു നമ്മളുടെ ഒരു മീഡിയം റേഞ്ച് വെച്ചിട്ട് സംസാരിക്കുക. അതേപോലെ ഫ്രണ്ട്ലി ടോൺ ആയിരിക്കണം. വെരി അറഗന്റ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ സംസാരിക്കുന്ന പോലെ അതേപോലെ ആയിരിക്കരുത് നമ്മളുടെ ടോൺ. എപ്പോഴും ഒരു ടോൺ ആൻഡ് വോയിസ് മോഡുലേഷൻ ഒക്കെ വെച്ച് നല്ല രീതിയിൽ ഒന്ന് മോഡുലേറ്റ് ചെയ്ത് ഈ രീതിയിലായിരിക്കണം നമ്മൾ സംസാരം പോകുന്ന രീതി എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ദാറ്റ് പേഴ്സൺ ഇസ് നോട്ട് ഗോയിങ് ടു സീ യു ഡയറക്ട്ലി. നമ്മളെ കാണുന്നില്ല. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓൾറൈറ്റ്. മൈ ഫോർത്ത് പോയിന്റ് ഇസ് പേഴ്സണൽ ലൈഫിലാണെങ്കിലും പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും ഫോൺ കോളിലാണെങ്കിലും വീഡിയോ കോളിലാണെങ്കിലും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ദാറ്റ് ഇസ് പൊളൈറ്റ് ലാംഗ്വേജ്. നിങ്ങൾ ഒരാളടുത്ത് സെൻഡ് ദാറ്റ് എന്ന് പറയുന്നതിനേക്കാളും പൊളൈറ്റ് ആണ് കെൻ യു സെൻഡ് ദാറ്റ് എന്ന് പറയുന്നത്. അതിനേക്കാൾ പൊളൈറ്റ് ആണ് കുഡ് യു പ്ലീസ് സെൻഡ് ദാറ്റ് എന്ന് പറയുന്നത്. സോ ലാംഗ്വേജിൽ ചില വേർഡ്സ് ആഡ് ചെയ്യുകയും ചില വേർഡ്സ് ഒഴിവാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ലാംഗ്വേജിൻ്റെ ഒരു മൂഡ് തന്നെ മാറ്റാൻ പറ്റും, പൊളൈറ്റ് ആക്കാൻ പറ്റും, ഫോർമൽ ആക്കാൻ പറ്റും. സോ നിങ്ങൾ ജോലി ആവശ്യമായിട്ട് ബന്ധപ്പെട്ട കോൾസ് ആണെങ്കിൽ പ്രത്യേകിച്ചും പൊലൈറ്റ് ആയിട്ട് സംസാരിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ എപ്പോഴും പൊലൈറ്റ് ആയിട്ട് സംസാരിക്കുക. യൂസ് പൊലൈറ്റ് ലാംഗ്വേജ്. വില്ലിന് പകരം വുഡ് ഉപയോഗിക്കാം, ക്യാനിന് പകരം കുഡ് ഉപയോഗിക്കാം, കമാൻഡ് ചെയ്യാതെ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം. സോ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ യുവർ tone or your language will be polite. So that's my next point. Next point is set the stage. നിങ്ങൾ സംസാരിക്കുമ്പോൾ ചിലപ്പം വേറെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ കാക്ക കരയുന്നുണ്ടാവും, അല്ലെങ്കിൽ കുട്ടികൾ ഓടുന്നുണ്ടാവും. അങ്ങനെ പലതരം ഡിസ്റ്റർബിങ് നോയ്സസും ഉണ്ടായിരിക്കും. ഇത് ആക്ച്വലി ഫെയർ അല്ല. കാരണം നമ്മൾ വിളിക്കുന്ന ആൾക്ക് ഇത് ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ട് തോന്നാനുള്ള സാധ്യത അധികമാണ്. സോ നിങ്ങൾ സംസാരിക്കുന്നത് ഒരു ക്വൈറ്റ് എൻവയോൺമെന്റിലാണ് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. എസ്പെഷ്യലി ഇന്റർവ്യൂ കോൾസ് ഒക്കെ ആണെങ്കിൽ യു ഹാവ് ടു അറ്റൻഡ് ഇറ്റ് ഫ്രം എ ക്വൈറ്റ് എൻവയോൺമെന്റ്. വേറെ ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാത്ത, ഇല്ലെങ്കിൽ നമ്മൾ ടിവിന്റെ മുന്നിലൊന്നും അല്ലാതെ നമ്മളുടെ ഒരു റൂമിൽ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സ്പേസിൽ നല്ല നെറ്റ്വർക്ക് ഉള്ള ഒരു സ്ഥലത്ത് അങ്ങനെ നിന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മളുടെ കോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ദാറ്റ് ഈസ് സംതിങ് യു നീഡ് ടു ടേക്ക് ഗുഡ് കെയർ ഓഫ്. സെറ്റ് യുവർ സ്റ്റേജ്. My sixth point is body language. This is the part where you are confused, right? എന്തിനാണ് ബോഡി ലാംഗ്വേജ്? കാരണം കുറച്ച് മുന്നേ ഞാൻ തന്നെ പറഞ്ഞു, നിങ്ങൾ അവർ കാണുന്നില്ല, നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ കാണുന്നില്ല, നിങ്ങളുടെ ഹാൻഡ് ജസ്റ്റേഴ്സ് കാണുന്നില്ല എന്നൊക്കെ. പിന്നെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് എന്നുള്ളതായിരിക്കും നമ്മളുടെ ഡൗട്ട് എന്ന് പറയുന്നത്. ദ പോയിന്റ് ഇസ് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ കിടന്നിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ ദാറ്റ് പേഴ്സൺ മൈറ്റ് ഫീൽ ദാറ്റ് ഇയാൾ ആക്റ്റീവ് അല്ല, ഇയാൾ എനർജറ്റിക് അല്ല.
സോ എന്തോ ടോണിൽ പ്രശ്നമുണ്ട് എന്നുള്ളത്. അതേസമയം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടിരുന്ന് ഹാൻഡ് ജെസ്റ്റേഴ്സ് യൂസ് ചെയ്ത് സ്മൈൽ ചെയ്താണ് സംസാരിക്കുന്നതെങ്കിൽ മറ്റേ ആൾക്ക് നമ്മൾ ഭയങ്കര പോസിറ്റീവായിട്ടാണ് സംസാരിക്കുന്നത്, ഭയങ്കര എനർജറ്റിക് ആയിട്ടാണ് സംസാരിക്കുന്നത് എന്നൊരു ഐഡിയ കിട്ടും. നിങ്ങൾ വെറുതെ സംസാരിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ചിരിച്ചിട്ടും ആക്റ്റീവായിട്ടും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആണ് കേൾക്കാൻ. സോ നിങ്ങൾ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ഫോൺ ചെയ്യുമ്പോഴാണെങ്കിലും ശ്രദ്ധിക്കുക. സോ മൈ നെക്സ്റ്റ് പോയിന്റ് ഇസ് താങ്ക് ആൻഡ് അപ്പോളജൈസ് പ്രോപ്പർലി. നമ്മൾ ഒരാളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ പെട്ടെന്ന് കോൾ ഒന്ന് ഇന്ററപ്റ്റ് ചെയ്യേണ്ട വന്നു, ഇല്ലെങ്കിൽ ഒന്ന് ഹോൾഡിലിടേണ്ട വന്നു. അപ്പം അയാളടുത്ത് ഹോൾഡിനിടാൻ പറയുമ്പോൾ നമ്മൾ താങ്ക് യു പറയണം, ഹോൾഡിലിട്ടതിന് സോറിയും പറയണം, രണ്ടും പറയണം. താങ്ക് യു ഫോർ വെയിറ്റിംഗ് എന്നുള്ളതും നമ്മൾ പറയണം, സോറി ഫോർ പുട്ടിങ് യു ഓൺ ഹോൾഡ് എന്നുള്ളതും നമ്മൾ പറയണം. ഇതേമാതിരി പല സിറ്റുവേഷൻസും വരാം നമ്മൾ അവരടുത്ത് താങ്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അപ്പോളജൈസ് ചെയ്യേണ്ടത്. രണ്ട് സ്ഥലത്തും പ്രോപ്പർ ആയിട്ട് തന്നെ ചെയ്യണം. നമ്മളത് ചെയ്യാൻ മറന്നു പോകുന്നത് നമ്മളുടെ ഒരു ബേസിക് ടെൻഡൻസീസിൽ പെട്ടതാണ്. പക്ഷേ ജോബ് റിലേറ്റഡ് കോൾ, ഇന്റർവ്യൂ കോൾ, ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ അത് ഒരിക്കലും മറക്കാൻ പാടില്ല. സോ ഡു ദാറ്റ് പ്രോപ്പർലി. My 8th point is conclude properly and summarize. നമ്മൾ ഒരാളെ ഫോൺ ചെയ്ത് കഴിയുമ്പം മലയാളത്തിലാണെങ്കിൽ നമ്മൾ എന്നാ ശരി എന്ന് പറഞ്ഞു വെക്കും. ഇംഗ്ലീഷിലാകുമ്പോൾ പലപ്പോഴും നമ്മൾ പൊളൈറ്റ് ആയിട്ട് എന്ത് പറയണമെന്ന് നമുക്ക് അറിയില്ല. സോ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ സമ്മറൈസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തിനാണ് വിളിച്ചത് എന്നുള്ളത് അവരുടെ അടുത്തൊന്ന് കൺക്ലൂഡ് ചെയ്ത് ഒന്ന് സമ്മറൈസ് ചെയ്ത് ദെൻ പ്രോപ്പറായിട്ട് താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ടൈം എന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞ് ഗുഡ് ബൈ പറയുന്നതായിരിക്കും നല്ലത്. അല്ലാതെ അബ്രപ്റ്റ് ആയിട്ട് ജസ്റ്റ് വെറുതെ കോൾ കട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ ലാസ്റ്റ് സെന്റൻസ് ഫിനിഷ് ചെയ്യാതെ കട്ട് ചെയ്യുക, ടോൺ ഒന്ന് എൻഡ് ചെയ്യാതെ കട്ട് ചെയ്യുക, ഇതൊക്കെ ഒരു ബാഡ് എറ്റിക്യൂട്ടിൽ പെട്ടുള്ള കാര്യമാണ്. സോ ദാറ്റ്സ് മൈ 8th point. ആൻഡ് മൈ 9th point is, ഇത് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല എന്നാലും പറയുവാണ്. കാരണം നമ്മളൊരു 10% ആയാലും ഇല്ലെങ്കിൽ ഒരു 5% ആയാലും ചാർജ് ചെയ്യാന്ന് വിചാരിക്കുന്ന ആൾക്കാരായിരിക്കും. ബട്ട് വെൻ യു ആർ വർക്കിംഗ് യുവർ ഫോൺ ഷുഡ് ബി ഓൾവേസ് ചാർജ്. സോ കീപ് യുവർ ബാറ്ററി ചാർജ് ആൻഡ് ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. But my last point, but not least, keep permission before speaker mode. വേറൊരാൾ നമ്മളെ വിളിക്കുന്നത് നമ്മളുമായിട്ട് മാത്രം സംസാരിക്കാൻ വേണ്ടിയാണ്, വെരി പ്രൈവറ്റ് കോൺവെർസേഷന് വേണ്ടിയാണ്. ആ കോള് നമ്മൾ സ്പീക്കറിൽ ഇടുക എന്ന് പറയുന്നത് ഒരു ബാഡ് എറ്റിക്കറ്റ് ആണ്. ഇൻ കേസ് നമുക്ക് വേറെ വഴിയില്ല, സ്പീക്കറിൽ ഇട്ടേ പറ്റുള്ളൂ എന്നാണെങ്കിൽ അയാളോട് പെർമിഷൻ ചോദിച്ചതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, സ്പീക്കർ മോഡിൽ ഇടുക. ഞാൻ ഒന്ന് കോള് സ്പീക്കർ മോഡിൽ ഇടുന്നുണ്ട്, നമ്മൾ കാറിൽ യാത്ര ചെയ്യുകയാണ്, അപ്പോൾ ഓക്സ് കണക്റ്റഡ് ആണ്, അവിടെ നമ്മൾ പറയുകയാണ് ഞാൻ കോള് സ്പീക്കർ മോഡിലാണ് ഇട്ടിട്ടുള്ളത് എന്ന് അയാളോട് പറഞ്ഞതിന് ശേഷം മാത്രം സ്പീക്കറിൽ സംസാരിക്കുക. സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് എറ്റിക്കറ്റ് where you have to follow in not only in your professional space but in your personal space as well. Prank ചെയ്യേണ്ടതൊന്നും ഇങ്ങനെയല്ല. So don't do that. Okay? So these are my points related to do's of telephonic etiquette. Hope that was helpful. Thank you for watching.